രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ വേഗം കൊല്ലത്തേക്ക് വന്നു. അങ്ങനെ കൊല്ലത്ത് ഞാനും എത്തി. പിന്നെ ബാക്കി പടന്മാറും എത്തിക്കഴിഞ്ഞിട്ടോ 8 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഇവരൊക്കെ എത്തിയ 11 മണിക്കാണ്. പിന്നെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഒന്നും നോക്കില്ല. അടുത്തുള്ള ഇളനീൻ്റെ കടയിലേക്ക് ആര് കൊണ്ടുപോയി? നമ്മളെ കൃത്യക്കും കൊണ്ടുപോയിട്ടോ. കൃത്യക്ക് കൊണ്ടുപോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാവിലെ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്താക്കിയത് നേരെ ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാൾ ഫോണിങ്ങനെ കുത്തി കളിക്കുന്നുണ്ട്. ഇളനീ കിട്ടിയതിന് ശേഷം ഫോണിൻ്റെ കേശാലെടുത്ത് പിന്നെ ഒന്നും നോക്കണ്ട മക്കളെ, നല്ല അടിപൊളി കുടി തന്നെ. പിന്നെ കുടിക്കാന്ന് വെച്ചാൽ ഇളനീ കുടിച്ചിരിക്കുന്നതേ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ വൃത്തിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മോശമില്ല, ഇളനീൻ്റെ ചൊയ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു പിന്നെന്താ സംഭവം ഉദ്ദേശിച്ചത്. പിന്നെയും കൊടുക്കാൻ വേണ്ടി നോക്കുന്ന നേരം നമ്മൾ ആരും ശ്രീകുട്ടൻ കുടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ജിമ്മളിയും നന്നായിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടപ്പം തന്നെ ആടുന്നുണ്ട്. അഞ്ചുണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അഞ്ച് കൈയൊക്കെ കെട്ടിയിട്ട് ഇതും തന്നെ ആരും നിർബന്ധിക്കാത്ത കുടിക്കാനെന്നും പറഞ്ഞിട്ട് എൻ്റെ ക്യാമറേൻ്റെ മുഖത്തേക്കൊരു നോട്ടം. ഞാൻ എന്നെ തന്നെ നിർബന്ധിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മൂപ്പർ ഒറ്റക്ക് തന്നെ കുടിക്കട്ടോ. ആ കുടിച്ചോ മോനെ, കുടിച്ചോ. അങ്ങനെ കുടിക്കുന്നുണ്ടപ്പോൾ ആരോ ഒരാൾ ഫോണിലേക്ക് വിളിച്ചതിന് ശേഷം അവൻ്റെ വൈക്കും പോയിട്ടോ. പിന്നെ എൻ്റെ ഇളഞ്ഞ് എൻ്റെ കൈമ കിട്ടിയതിന് ശേഷം എൻ്റെ വീഡിയോ ആരും എടുക്കുന്ന കണ്ടു. ആരുമല്ല നമ്മളെ വൃത്തിക്കാൻ കേട്ടോ. വൃത്തിക്ക് വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ ഇളനീങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട മക്കളെ. അങ്ങനെ തന്നെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറഞ്ഞു തന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം ശ്രീകുട്ടനാണ്. ശ്രീകുട്ടൻ പ്രത്യേകം പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന് അവിടെ എടുക്കുകയും ചെയ്തില്ല കേട്ടോ. അങ്ങനെ നമ്മളെന്താക്കുകയാണ്, അടുത്ത ഇളഞ്ഞി പൊട്ടിക്കുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് നമ്മളെന്താക്കുക, ആ വീഡിയോ കൂടി നമ്മൾ ഇതിലേക്ക് പകർത്തിയെടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന ഒക്കെ സത്യമാണെന്ന് സത്യത്തോടെ പറയട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വല്ല ഫാമിലിയുള്ള ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം തന്നെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അതും വൃത്തിക്ക് ആര് തിന്നുന്നുണ്ട്? കൃത്യക്ക് തിന്നുന്നുണ്ട്. തിന്നു കഴിഞ്ഞ് ഞാനും ഒരു ബൈക്കായി. എങ്ങനെയുണ്ട് കൃത്യക്ക് ഇങ്ങോട്ട് നോക്കടാ. നോക്കിയില്ല കേട്ടോ. പിന്നെ ഇയാൾ ഫോണിൽ ഇതുവരെ വെച്ചിട്ടില്ല. കാണുന്ന നന്നായിട്ട് ക്യാമറേൻ്റെ മുമ്പ് കുടുങ്ങായിട്ട് നോക്ക് നല്ല അടിപൊളിയിൽ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ കാർ എടുത്തിട്ട് പോകട്ടോ. ഒരു നെല്ലിക്കമായി തന്നതിനെ കൊണ്ട് ഇവർ ഫോണൊക്കെ ചെവിയിലാണ് വെച്ചിട്ട്. ചെവിയിൽ വെച്ച് എല്ലാവരും സംസാരം ബിസിനസ് തന്നെ. ഞാൻ രണ്ടാളും ഇവിടെ നിന്ന് പാട്ടുവിട്ടിട്ട് എങ്ങനെ ഇടത്തി നമ്മളെ വയനാട്ടിലെത്തിയിട്ടോ. വയനാട്ടിൽ നിന്ന് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് ബ്ലോക്കിൻ്റെ വീഡിയോ നമ്മളെടുത്ത്. ഇതാണ് ബ്ലോക്ക്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വലിയ ലോറി അതിലേ ഇങ്ങനെ പോയിട്ട് അവിടെ തടസ്സപ്പെടുത്തിയതിനെ കൊണ്ടാണ് ഇത്ര വലിയ ബ്ലോക്ക് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്വന്തം അർഷാക്ക് പറയുന്നത്. പിന്നെ നമ്മൾ ലൊക്കേഷനിലെത്തി, നമ്മൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. നമ്മളങ്ങനെ റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒന്നും നോക്കിയില്ല. അവിടെ നിന്ന് നമ്മൾ അടിച്ചു കുടിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടോ. എത്തിയ പാടുന്ന തന്നെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കുടുക്കക്കെട്ട് കളിക്കാൻ നിൽക്കരുതേന്ന്. അങ്ങനെ നമ്മളെ കുട്ടനുണ്ട് JBL വരുന്നത്. JBL കുട്ടൻ്റെ ആണെന്ന് പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. കുട്ടൻ അത് പൊന്തുന്നൊന്നുമില്ല. എന്നാലും ആയിക്കോട്ടെ വന്നോളൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതാ ഒരാളുണ്ട് ഒറ്റക്കെടുക്കുന്ന കുട്ടൻ 2 കൈ കൊണ്ടെടുത്തത് ഒരാൾ ഒറ്റക്കെടുത്ത് പോയാണ്. ഇയാൾ പോകുന്ന വെച്ചുകൊണ്ട് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്ന് നോക്കാനാണോ എന്നൊരു സംശയം കേട്ടോ. അവിടെ ഒരാൾ വന്ന് നോക്കി. പിന്നെ ഞാനും കൂടി പോയി നോക്കി. ഞാൻ പോയ വീഡിയോ ആണ് ഈ കാണുന്നത്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ എന്തൊക്കെയാണ് നേരെ നമ്മളെ റൂമിലേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് എൻ്റെ റൂമല്ലാന്ന്. ഇവിടുന്ന് ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. വലിയ മനസ്സും ചെറിയ ശരീരം. സോറി കേട്ടോ, ചെറിയ എങ്ങനെയാണ് പറയുക? ഓനത് ഏറെ കയറ്റിയിരിക്കുക. കുട്ടികളെ മനസ്സും വലിയ ശരീരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ഇവിടുന്ന് ലോക കളിയല്ലേ. ആ സമയത്ത് ഞാൻ എൻ്റെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇവിടെ നിന്നുണ്ട് നല്ല അടിപൊളി ക്യാരംസ് കളിക്കുന്നു കേട്ടോ. ക്യാരംസ് കളിക്കുന്നുണ്ടപ്പം തന്നെ ഞാൻ ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്താ അത്യാവശ്യം നമ്മളിവിടുന്ന് പൂച്ചയായിട്ട് കുറച്ചേരം കഥ പറഞ്ഞു. ഇവനെ എനിക്ക് കിട്ടിയതിനെ കൊണ്ട് ഞാൻ ഇവനോട് കഥ പറയുന്നത് അവനും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി. ഞങ്ങളെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരുന്ന് അത്ര തന്നെ. അവിടെ ആര് വന്ന്? കുട്ടൻ വന്നു. കുട്ടനെ കണ്ടതിന് ശേഷം അതെന്നെ മാന്തം നോക്കി. ഞാനിപ്പുറത്തോടി ഓടി. അങ്ങനെ ഇത് നമ്മളെ കാർണൂർ ഒരു ട്രിപ്പിന് വരുന്നതിൻ്റെ മുണ്ടെടുത്ത് വന്ന് നമ്മളെ കാർണൂർ മാത്രം. അങ്ങനെ കാർണൂർക്ക് ഇഷ്ടമായിക്കില്ല മുണ്ടെടുത്തത്. അങ്ങനെ ആണ്ടാ ഇതെങ്ങോട്ടൊക്കെ നോക്കുന്നതൊന്നും മനസ്സിലായിക്കില്ല കേട്ടോ. ഉണ്ണിക്കുട്ട അതാ സ്വന്തം വീട്ടിലെ മതിൽ ചാടുന്നതിലിട്ട് ആടുള്ള മധുരം ചാടി അങ്ങോട്ടേക്ക് ഒരു എണ്ട് നോക്കൽ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നാണ് പറയുന്നത്. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കി, ഹർഷാക്ക ഇങ്ങോട്ട് നോക്ക് ഒന്ന്. ഹർഷാക്ക നോക്കിയില്ല കേട്ടാ. വിവേകേ നോക്കടാ. വിവേക് സ്വന്തം ഭാര്യയെ വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന വിവേകനെ കണ്ട് ഞാൻ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്കി. ആരും ഇല്ല കേട്ടോ. അഞ്ചേട്ടാ ഒന്നിങ്ങോട്ടേക്ക് വാ, ഒന്ന് ഇതാ പോവാ. അഞ്ചേട്ടൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ തുറക്കണ്ടേന്ന് പോലും അറിയില്ല. ഇത് ജയിലിലിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇറങ്ങിക്കോന്ന്. ഞാൻ വക്കീലേറ്റ് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആടുന്നതാക്കാണ്. നേരെ നമ്മൾ വിവേകിൻ്റെ അടുത്തേക്ക് പോട്ടോ. വിവേക് എന്തെന്നാ ഏണ്ടോക്കുന്നതെന്ന് ഒന്നും എനിക്ക് മനസ്സിലായിക്കില്ല. ഇപ്പം ചിരിക്കൂ. അവിടെ നിന്ന് അങ്ങോട്ടും നോക്കുന്നുണ്ട് ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, തലക്കെട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എനിക്കിതുവരെ മനസ്സിലാക്കില്ല കേട്ടോ. വീഡിയോ എടുക്കല്ല എന്ന് എന്നിട്ട് മോനെ ഒരാൾ ലുക്കൊക്കെ ആയിട്ട് നിൽക്കുന്നൊക്കെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ക്യാമറ ഒക്കെ നോക്കി, പക്ഷെ കയറുന്നില്ല ക്യാമറ. പിന്നെ ഒരാൾ അന്തസ്സോടെ ഇങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. നിങ്ങൾ 7up കുടിച്ചുകൊണ്ട് നമ്മൾ വിവേകട്ടെ. പിന്നെ അടുത്ത ആൾ വീണ്ടും വന്നിക്ക്. ഷജാ ഒന്നിങ്ങോട്ട് നോക്ക്. ഷജാൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ. ഷജാ അതാ ഒന്നിങ്ങോട്ട്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം ഞങ്ങൾ പോയിരുന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളെ ആരും എത്താത്തതിനെ കൊണ്ട് ഞങ്ങളിവിടെ അടികൂടാനുള്ള പരിപാടിയിലേക്കായിട്ടോ. പക്ഷേ
അതിനൊന്നും ഞാൻ നിന്നില്ല. അടുത്ത ആളെത്തിയല്ലോ. ഡാൻസ് കണ്ടോ? ഇത് കണ്ട ഒരു 1.5 ഡാൻസ് എന്ന് പറയുന്നുണ്ട്. ചാടിക്കും മോനെ. ആതിഫ് ഉണ്ട് ചാടുന്നത്. ഇവിടെ നിന്ന് ചാടിയാൽ അപ്പറ പൊങ്ങുകയെന്ന് ആതിഫ് പറഞ്ഞുകൊണ്ടാണ് ചാടുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ആതിഫെ ഉള്ളിട്ട് പോയിക്കോ. സെലിയുമാർ മായാവി പറയുന്നതിൻ്റെ തൊട്ട് ഇവൻ ഇപ്പറ്റം പൊന്തോന്നൊന്നും എനിക്കറിയില്ല. തവള പോകുന്നതിൻ്റെ തൊട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ റെഡി തവള തന്നെ. പകുതി പോലും എത്തിക്കില്ല, പൊന്തി. അന്നേരം എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ, സ്വിമ്മിംഗ് പൂളിൻ്റെ വീതി കൂടുതലാണ് അത്. പിന്നെന്ത് പറയാനാ. മുട്ടിൻ്റെ അത്ര ഉണ്ടെങ്കിലും ട്യൂബ് എടുത്തിട്ടാണ് നീന്തെന്ന് പറയുന്നത്. ആര്? ആതിഫ് തന്നെ. ആതിഫ് നമ്മളെ പുലിയല്ലേ. പിന്നെ നോക്കണം നിഹാലേ, ഒന്നും കൂടെ നോക്കടാ. അല്ല സോറി, മറ്റേ പേരെന്നോട് മറന്നു കിട്ടും. എന്നാൽ പിന്നെ മറന്നുപോയ പേര് നമ്മൾ ഓർമ്മപ്പെടുത്താൻ നിൽക്കണ്ട. അങ്ങനെ അടുത്ത ആൾ അതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി തുടങ്ങി. ചാടൽ ഒരു 1.5 ചാടൽ എന്നൊക്കെ പറയുന്നതിനോട്ട് നമ്മളെ ടീമൊന്നും എത്തിക്കില്ല. അതുവരെ ഞങ്ങൾ ചാടുകയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉദ്ദേശിക്കും. ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കണ്ടാൽ മതി കേട്ടോ വീഡിയോ. എന്തായാലും കണ്ടു തീർക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിനൊന്നും നീന്തറിയില്ലട്ടാ. ഇതൊക്കെ വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ന് മുങ്ങിച്ചാവുന്ന കേട്ടോ. ഇതെന്തൊക്കെ കളിയാണ് ഇവ കളിക്കുന്നത്. പക്ഷെ അടിപൊളി ട്രിപ്പ്. അടുത്ത ആളാ വന്നിക്കാ. എൻ്റെ ക്യാമറ പിടിച്ച് വലിക്കാൻ നോക്കുക. ഓളാ ഞാൻ തരടാ, ഇങ്ങോട്ട് വാ. 5 വട്ടം എത്തിയ പിന്നെ നോക്കടാ. ഓ യശോദേ, വെള്ളം കുടിച്ച് കിട്ടോ. നല്ലോണം സ്വിമ്മിംഗ് പൂളിലെ വെള്ളം കുടിച്ച് കണ്ടോ. ആറിയിടുന്ന അരക്കിയിട്ട് അട വെച്ചേക്ക്. അത് അലക്കിയിട്ട് അട വെക്കും. ഇനി അടുത്ത് വിവേകേട്ടൻ എടുത്ത് നോക്കി. കുട്ടാ, ഇതെന്തൊക്കെ കളിയാ കുട്ടൻ കളിക്കുന്നത്. കണ്ടോ, കുട്ടൻ മറ്റേ ട്രെൻഡിനോടൊപ്പം പോയതാ. നമ്മൾ ഷോർട്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത എടുത്തോളൂ. കുട്ടൻ തലക്കൊക്കെ കൈ കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. കുട്ടൻ വളയ്ക്കുന്നതിനനുസരിച്ച് പറയുന്നുണ്ട് വയറെ അങ്ങോട്ട് മാറിയിരിക്കുന്നത്. അതൊക്കെ കളിക്കുന്നത്. അടുത്ത ആള് ഡാൻസ്. പ്രഭുദേവൻ്റെ അനിയനാന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അത് തന്നെ. ഇത് ചാടുന്ന നോക്കിയേ, ഒരു വൃത്തികെട്ട ചാടലുണ്ട് നിഹാലിൻ്റെ. ഒരു രക്ഷയില്ല. ഇതൊക്കെയോ മറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. മറിയടാ നോക്കണ്ട. മറിഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞോ, ഞാൻ ഇവിടെ ഉണ്ട്. മറിയടാ, ഒന്നും മാറിയടാ. കുട്ടാ ഒന്ന് സൈഡ് ഇട്ട് കൊടുക്ക്. സൈഡ് മാറിക്ക്. ചാടിക്കോ. ചാട് കുട്ടാ. ഇതെന്ത് പറയാനാ ഇത്? ഓന് ഗംഭീരമായിട്ട് മറിഞ്ഞിക്ക്. പിന്നെ ഓനെ ഡാൻസ് ആട്ടോ. ഇങ്ങനെ തന്നെ. അപ്പോൾ ഓനെ മുക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് ഇട്ടിട്ട് മുക്കാന്ന് പറഞ്ഞിട്ടാണ് കുട്ടൻ വന്നത്. ഇനി പൈമൊന്ന് തള്ളിയിടും. കുട്ടൻ പറഞ്ഞു വെച്ചാൽ ട്യൂബ് ഇട്ടിട്ടേ മുക്കൊന്നു. കുട്ടൻ അറിയില്ലല്ലോ ട്യൂട്ട മൂലാന്ന്. അങ്ങനത്തെ കുട്ടനെയും കൊണ്ടാണ് നമ്മൾ പോയത്. പക്ഷെ കുട്ടൻ്റെ ഡാൻസ് ഒരു 1.5 ഡാൻസ് ആട്ടോ. ഒരു രക്ഷയില്ല. അടുത്ത ചാടല്. ആരെയും വില വെക്കാതെ സ്വന്തം കളിക്കളത്തിലേക്ക് ഇറങ്ങിയ നിഹാലിത ഒരു 1.5 ചാടല് ചാടാൻ വേണ്ടി പോവാണ്. നിഹാലേ, ഒന്നും നോക്കണ്ട, ചാടറാ. വൃത്തികെട്ട ചാടല് വീണ്ടും കണ്ട. ഇവൻ ഇങ്ങനെയാ. ഇവൻ പരിപാടി എവിടെ അവതരിപ്പിച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്കല്ലോ പോക്കുന്ന് ഞാൻ പറഞ്ഞു. അർഷാക്ക ചാടുന്നില്ല. അർഷാക്കാക്ക് പേടി. പക്ഷെ അർഷാക്ക ഒന്നും നിർത്താതെ നോക്ക്. അർഷാക്ക് ഇറങ്ങിയതിന് ശേഷം ആരും ഇല്ല കേട്ടോ. എല്ലാവർക്കും പേടിയാണ്. മുക്കിക്കളി വൃത്തിക്ക് കൊണ്ടിരുന്നില്ലേ. ഓഹേ ബാബു ബോയ്സില് കലാവാണിനെ വെള്ളത്തിൽ കൊണ്ടിരുന്നോ കേട്ടോ. കൊണ്ടിരുന്നത് ചാടിക്കോ. അത് തന്നെ അമ്പട്ടൻ. ചാടി. പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്ത് എല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് വന്നത്. അത്ര അടിപൊളിയായിട്ട് 2 ദിവസം ഉഷാറാക്കി. കുട്ടാ ഒന്നില്ലേ. വൃത്തിക്കാ പൊക്കോ. അപ്പം പിന്നെ ഫുള്ള് കഥയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ. ഷജാണ്ട് തണുത്തിട്ട് വിറച്ച് നിൽക്കുക. ഇയാളെ വിചാരം ഇയാള് 6 പാക്ക്. ഉണ്ണി മുഖം നിന്ന് സ്വന്തമായിട്ട് പറയുന്ന നമ്മുടെ സ്വന്തം അമി. അയ്യോ അത് തന്നെ. ഇനി അടുത്തത് ഇത് വിവേകട്ടെ. എന്താ പറയുക, അതാരാ ഇത്? അരിശോകനെത്തിയല്ലോ. അശോകേട്ടാ. അള്ളാന്റെ മോനെ, ഇതെന്തൊക്കെ കളി ഇയാൾ കളിക്കുന്നത്? അതൊക്കെ നല്ല രസമുണ്ട്. ഞാനും ചാടട്ടെ എന്ന് പറഞ്ഞു പോയതാട്ടോ. അമ്മോ ഇതൊക്കെ കളിക്കുന്നത്. അതിനുശേഷം ബുദ്ധി വന്ന് അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഞാൻ സാമിയാന്നും പറഞ്ഞിട്ട് ഇത് കിളി പോയി. സാമി ഞാനിതാ വരുന്നേന്നും പറഞ്ഞതാ പോകുന്നത് അടുത്ത പോക്ക്. ഇതൊക്കെ കളിക്കുന്നത്. ഇനി അടുത്ത ആള് ഡാൻസ്. ഇവന്റെ കാര്യം പറയാത്തതല്ലേ. ഇവൻ പ്രഭുത്വം തന്നെ അത്രയും ഡാൻസൊക്കെ കളിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ല അടിപൊളി ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ച് വലിച്ച് പുറത്തിട്ട്. പിന്നെ നോക്കണ്ട. കുട്ടാ ഇതൊക്കെ നീന്തൽ പഠിക്കട്ടോ. നമ്മളെ ചാമി
സെലിയും അതിനുശേഷമൊക്കെ നീന്തൽ പഠിക്കുക, കാല് നന്നായിട്ട് ഇട്ടടിക്കുന്നുണ്ട്. ആരോ പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കാലിട്ടടിച്ചാൽ നീന്തൽ പഠിക്കുന്നു പറഞ്ഞതിനെ കൊണ്ട് ഇതാ മറ്റവനെ നീന്തൽ പഠിപ്പിക്കാൻ പോവുക. ഞാൻ പഠിപ്പിച്ചട്ടെ, നമ്മളെ ടൈറ്റാനിക്കിൽ പറയുന്നില്ലേ, കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്നും പറഞ്ഞിട്ട് എന്തെന്നതിനോ പറഞ്ഞിട്ട് ഇതൊക്കെ മുങ്ങുന്നില്ല, നമ്മൾ മുങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചിരിക്കുക. എന്താ ചെയ്യുക, കുട്ടൻ്റെ അഭ്യാസങ്ങൾ അതൊക്കെ. എൻ്റെ മോനെ, കുട്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കും, ഒരു രക്ഷയില്ല, പൊളിച്ചടക്കി കുട്ടൻ. ഇനി എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ അടക്കുണ്ട് ഈ അള്ളാ. ശ്രീകുട്ടൻ മുങ്ങി, ശ്രീകുട്ടൻ മുങ്ങി എണീറ്റ് വന്നിരിക്കുകയാണ്. ഒരാളിതാ ഇവിടെ വന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്, ഒരൊന്നൊന്നര തിരിയൽ. ഇവൻ ഡാൻസ് നിർത്തിയിട്ടില്ലല്ലോ. ഇതെന്താ ഡാൻസ് ആടാ? കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആശാനും ഇവിടത്തേക്ക് എത്തിയിട്ടോ. ആശാനും വനിയനൊക്കെ മാറ്റിയിട്ട് ഇവിടെ എത്തി. എന്ത് രസമല്ലേ ഇവരെ കളി കാണാനും. അടുത്ത് ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടോ? ഇതിനെ കൊണ്ട് എന്ത് കളിയാണ് കളിക്കേണ്ടതെന്ന് അറിയാത്തതിനെ കൊണ്ടാണ് ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം തന്നെ നമ്മൾ ആര് വരുന്നുണ്ട്? വിവേകട്ടൻ വരുന്നുണ്ട്. അന്നേരം പറയുക, എന്നാ പിന്നെ ഞാൻ വിവേകിൻ്റെ വേഗം നിങ്ങൾ പോവാ, ഇനി ഓനെന്ത് കളിയാണ് കളിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളെ ഷജാവ് ടീമത്തേക്ക് ഷജാ മതിയടാ ഒന്ന് എണീറ്റ് പോടറോ എന്ന് പറയുമ്പോഴത്തേക്കന്നെ അടുത്ത ആള് കണ്ടോ ഓരോരോ ഭ്രാന്ത്. പച്ച ഇത് പോയിട്ട് കുലിക്കുക, ആണെന്നെടുത്ത് ചാമ്പൊക്കെ എടുത്ത് തിന്നുക, അങ്ങനത്തെ പരിപാടികൾ. പിന്നെ രാത്രി ആയിട്ടോ, രാത്രി ആയി കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. ബാക്കി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതേമാതിരി എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മളെല്ലാവരും എന്താക്കുക, ഫ്രണ്ട്സും എല്ലായിട്ടൊന്ന് പോവുക, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ എല്ലാം ഒന്ന് പോയിട്ടൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരിക. നോക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മളെ JBL രണ്ടും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. 2 JBL നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ 5-5:30 വരെ, രാവിലെ 5-5:30 വരെ ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ കളിയാട്ടെ ഇത്. ഇയാൾ സ്പൈഡർമാനായിരുന്നു പറഞ്ഞിട്ട് ഓടുക കണ്ടാ. ഞാനാണ് സ്പൈഡർമാൻ അല്ല സൂപ്പർമാനായിരുന്നു എന്തോന്നും പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ഇയാൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. രാവിലെ 5:30-ക്കുള്ള കളി നോക്ക്. ഞാൻ പറക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു, ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നില്ല, തരൂല, എനിക്ക് മാത്രം കിട്ടിയ കൈവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.